മലയാള സിനിമ ഒരു കലങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് ഉള്ളൊഴുക്ക് വരുന്നത്. ഉർവശി ആ സമയത്ത് നടത്തിയ പാർവതിക്കൊപ്പം നിന്ന് അതൊരു പക്ഷേ നിങ്ങളുടെ ആ ഒരു തലമുറയിൽ നിന്ന് ആരും പറഞ്ഞു കേൾക്കാത്തൊരു കാര്യമാണ്. വല്ലാത്തൊരു ബോൾഡായിട്ട് പറഞ്ഞു എന്ന് തോന്നി. എൻ്റെ ഒരു അനുഭവങ്ങളിലൂടെ എൻ്റെ ടീനേജ്, എൻ്റെ കോളേജ് സ്കൂളും ഒക്കെ ഇവിടെ. ഹൈസ്കൂളായപ്പോൾ ഞാൻ ബേബി ആർട്ടിസ്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ കൂടുതലും ഇവിടെയാണ്, പുറത്തല്ല. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് ഇവിടെയേ ഉള്ളൂ. അത് ഒരു ചോദ്യം ചോദിക്കും, എന്നോട് അങ്ങനെ ആരും പെരുമാറിയിട്ടില്ല, ഇവിടെ ഒന്നും ആരും അങ്ങനെ പെരുമാറാറില്ല എന്ന് പറയുന്നതൊരു മോശം ഉത്തരമാണ്, അസത്യവുമാണ്. സിനിമയിലുള്ളവരെക്കുറിച്ച് മോശമായിട്ട് ഞാൻ പറയുമ്പോൾ ഞാൻ മലനിറന്ന് തുപ്പുന്ന പോലെ ആവുള്ളൂ. പക്ഷേ ഇതൊന്നും നടക്കാത്ത സ്ഥലമാണെന്ന് പറഞ്ഞാൽ എന്തോ മാനസികമായിട്ട് സിനിമാക്കാർക്ക് കുഴപ്പമുണ്ടെന്ന് അർത്ഥം വരും. ഞങ്ങൾക്കും ഇല്ലേ പ്രണയങ്ങൾ, വിചാരവികാരങ്ങൾ ഞങ്ങൾക്കും ഇല്ലേ? അത് എവിടെ ബലം പ്രയോഗിക്കുകയോ അപമാനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴേ എവിടെയും പരാതിയാവുന്നുള്ളൂ. ഈ ഹേമ കമ്മിറ്റിയുടെ സമയത്ത് പറഞ്ഞു സർക്കാരല്ല താരസംഘടനയാണ് നടപടിയൊക്കെ എടുക്കേണ്ടത്, ഇങ്ങനെ എന്താ പറയുക സ്റ്റാർ നൈറ്റ് മാത്രം നടത്തിയാൽ പോരാ എന്നൊക്കെ പറഞ്ഞു. അവിടെ ഉള്ളവർ മുഴുവൻ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. അവരൊരു പരിഭവം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. എന്നോട് നേരിട്ട് ആരും പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും പരിഭവം തോന്നിയാലും അവർക്കുള്ള ഉത്തരം ഇതാണ്: എന്നെയാണ് ഉർവശി ഉദ്ദേശിച്ചത് ചിന്തിക്കേണ്ട കാര്യമില്ല. അവരാരും എന്നോട് ഒരാൾക്കാരും പെരുമാറിയിട്ടില്ല. പെരുമാറാതിരിക്കുക എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും ഒന്നിച്ചിടപഴകി നടക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന താല്പര്യങ്ങളെ പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റുമോ? രണ്ടുപേർക്കും താല്പര്യമുള്ളെങ്കിൽ ആർക്കും പരാതിയില്ല. ബലമായിട്ട് നമ്മളെ അതിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നു, നമ്മളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു, എങ്കിലല്ലേ അവിടെ പ്രശ്നമുള്ളൂ. അത്തരക്കാരും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഒരു നിലപാടെടുക്കുമ്പോൾ അത് വ്യക്തിത്വത്തോടുകൂടി ഉള്ള സംസാരങ്ങൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കും, ഒരു ഉത്തരവാദിത്തമായിട്ടുള്ളൊരു മറുപടി പ്രതീക്ഷിക്കും. അല്ലാതെ ഈ വഴവഴ കൊഴവഴ എന്നുള്ള സമ്പ്രദായം പറയാതിരിക്കുക. ഒരു നിലപാട് തീർച്ചയായിട്ടും അത്തരം ഒരു സംഗതി ഉണ്ടായാൽ ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണത്. അത് നിങ്ങളുടെ മുമ്പിൽ വെച്ചാവണമെന്നില്ല. പക്ഷേ അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിലപാട് ശക്തമായിട്ടെടുക്കും എന്ന് പറയണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് അപ്പോഴും ഇപ്പോഴും എപ്പോഴും എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്.